UGC നെറ്റ് പേപ്പർ 2 സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. PYQ സെഷനാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് among the following components belong to സൈക്കോളജിക്കൽ വെൽബീയിങ്? സൈക്കോളജിക്കൽ വെൽബീയിങ്ങുമായി ബന്ധപ്പെട്ട കോമ്പണൻറ്റുകൾ താഴെ പറയുന്നതിലേതാണ് എന്നതാണ് ചോദ്യം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു നോർമൽ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഇതൊരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. നമുക്ക് നോക്കാം ഈ തിയറി എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. കാറൽ റിഫിൻ്റെ 6 ഫാക്ടർ മോഡൽ ഓഫ് സൈക്കോളജിക്കൽ വെൽബീയിങ്, അതാണ് ഈ തിയറി ഡിസ്കസ് ചെയ്യുന്നത്, ഈ ചോദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. ഈ തിയറിയുടെ ഉപജ്ഞാതാവ് കാറൽ റിഫ്. ഇദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേരാണ് 6 ഫാക്ടർ മോഡൽ ഓഫ് സൈക്കോളജിക്കൽ വെൽബീയിങ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലാൻഡ് മാർക്കായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തിയറിയാണിത്. ഈ തിയറി പോസിറ്റീവ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടൊരു തിയറിയാണ്. പോസിറ്റീവ് സൈക്കോളജി. പറയാം വെൽബീയിങ്ങുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പോസിറ്റീവ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട തിയറിയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തുക? എങ്ങനെയാണ് ഒരു വ്യക്തി വളരുക, ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എങ്ങനെ എത്തും? അതിൻ്റെ വിശദീകരണമാണ് ഈ തിയറിയിൽ പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് വെൽബീയിങ് എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ് എന്ന് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെൽബീയിങ്ങിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇദ്ദേഹം ഒരു ടേം പറയുന്നുണ്ട്, ഹെഡോണിക് ഹാപ്പിനെസ്. വെൽബീയിങ് എന്ന് പറഞ്ഞാൽ ഹെഡോണിക് ഹാപ്പിനെസ് അല്ല. നമുക്ക് നോക്കാം. ഹെഡോണിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് നോക്കാം. ഹെഡോണിക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈക്കോളജിക്കൽ വെൽബീയിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാറൽ റിഫിൻ്റെ തിയറിയാണ് നമ്മളിതിൽ ചർച്ച ചെയ്യുന്നത്. 6 ഫാക്ടർ മോഡൽ ഓഫ് സൈക്കോളജിക്കൽ വെൽബീയിങ്, ഇതാണ് നമ്മുടെ ഡിസ്കഷൻ. ഇദ്ദേഹം പറയുന്നത് ഈ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ എന്തല്ല, ഒരു ഹെഡോണിക് ഹാപ്പിനെസ് അല്ല. ഹെഡോണിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഫീലിംഗ് ഗുഡ്, അതുപോലെ എക്സ്പീരിയൻസിങ് പ്ലഷർ, അതുപോലെ തന്നെ അവോയ്ഡിങ് പെയിൻ, വെറും ഒരു സന്തോഷത്തോടെയുള്ള ഒരു ഫീലിംഗ്, അതുപോലെ പ്ലഷർ, അതുപോലെ പെയിൻ ഇല്ലാത്ത സാഹചര്യം,
ഇങ്ങനെ മാത്രം ഉണ്ടായി എന്ന് കരുതിയിട്ട് ഒരു വ്യക്തി എന്താവില്ല, അദ്ദേഹത്തിൻ്റെ വെൽബീയിങ്ങിലാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, വെൽബീയിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലഷർ, ഗുഡ് ഫീലിംഗ്, അവോയ്ഡൻസ് ഓഫ് പെയിൻ മാത്രമല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് വെൽബീയിങ് എന്ന് പറഞ്ഞാൽ യുഡൈമോണിക് ആണ്. യുഡൈമോണിക് ജസ്റ്റ് ഇവിടെ ഈ ടേം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കി നോക്കട്ടോ. യുഡൈമോണിക് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ഓക്കെ, യുഡൈമോണിക് എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ ലൈഫ്, അതുപോലെ തന്നെ ഡെവലപ്പിംഗ് യുവർ സെൽഫ്, അതുപോലെ തന്നെ ഓവർകമ്മിങ് ചാലഞ്ചസ്, എക്സെട്ര എക്സെട്ര. അതായത് ഒരാളുടെ സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ്സോ വേദന ഇല്ലാത്ത അവസ്ഥയോ പ്ലഷറിലോ ഇരിക്കുന്ന സാഹചര്യമല്ല. ഇത് വെൽബീയിങ് എന്ന് പറഞ്ഞാൽ യുഡൈമോണിക് ആണ്. യുഡൈമോണിക് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു ജീവിതം, സെൽഫ് ഡെവലപ്മെൻറ്റ്, ചലഞ്ചുകളെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇതിലൊക്കെയാണ് എന്ത് പറയാം, യുഡൈമോണിക് എന്ന് പറയാം. അതിനാണ് വെൽബീയിങ് എന്ന് അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അദ്ദേഹം പറഞ്ഞ വേർഡ് കോയിൻ ചെയ്യാം ഇവിടെ. ഇറ്റ് ഈസ് ഇവിടെ നമുക്കിങ്ങനെ ജസ്റ്റ് നോക്കാം. ഇവിടെ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് യുഡൈമോണിക്, ഇറ്റ് ഈസ് ഹെഡോണിക്, ഇറ്റ് ഈസ് നോട്ട് ഹെഡോണിക്, ഇറ്റ് ഈസ് യുഡൈമോണിക്. അപ്പോൾ ജസ്റ്റ് ഇവിടെ എഴുതാം, വെൽബീയിങ്, സൈക്കോളജിക്കൽ വെൽബീയിങ് is not hedonic. Hedonic happiness. But it is it is eudaimonic. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കാം. ഇതിന് സൈക്കോളജിക്കൽ വെൽബീയിങ്ങിന് ഇദ്ദേഹം 6 കോർ ഡയമെൻഷൻസ് പറയുന്നുണ്ട്. 6 കോർ ഡയമെൻഷൻസ് ഓഫ് സൈക്കോളജിക്കൽ വെൽബീയിങ്. അതായത് ഒരു വ്യക്തി ഹെൽത്തി ആൻഡ് സക്സസ്ഫുൾ ലൈഫിലേക്ക് ഒരു വ്യക്തി പോകണമെങ്കിൽ അതിന് 6 കോർ ഡയമെൻഷൻസ് ഉണ്ട്. ജസ്റ്റ് ഇവിടെ എഴുതി വെക്കാം, 6 കോർ ഡയമെൻഷൻസ് ഓഫ് സൈക്കോളജിക്കൽ വെൽബീയിങ്. ഓക്കെ, 6 കോർ ഡയമെൻഷൻസ് ഓഫ് സൈക്കോളജിക്കൽ വെൽബീയിങ്. ഈ 6 കോർ ഡയമെൻഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ചോദിക്കാറുണ്ട്, ഇത് പല രീതിയിലായിട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഈ തിയറി നിങ്ങൾ കണ്ടോ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോ, ഇതിൽ സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന ടേം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ തിങ്കറിൻ്റെ പേരോ കോർ 6 ഡയമെൻഷൻസ് എന്നോ അങ്ങനെയൊന്നും കൊടുത്തില്ല. നമുക്കിത് ഒരിക്കലും കണ്ടാൽ മനസ്സിലാവില്ല ഇത് കാറൽ റിഫിൻ്റെ തിയറി ആണെന്നുള്ളത്. ഇത് നമ്മൾ ഓപ്ഷൻ നോക്കി ഈ തിയറി പഠിച്ച ഒരാൾക്ക് മാത്രമേ ഓരോ ഓപ്ഷനും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ
നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. സെൻസ് ഓഫ് സെൽഫ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നമ്മൾ ഇയാളതാണ് എബ്രഹാം മാസ്ലോൻ്റെ തിയറിയിൽ നിന്ന് വരുന്നതാണ്. ആ വാക്ക് കേട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. തിയറി ഓൾറെഡി നമ്മൾ പഠിച്ചതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ആ ടേം കേട്ട് കഴിഞ്ഞാൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയണം. അപ്പോൾ നമുക്ക് നോക്കാം 6 കോർ ഡയമെൻഷൻസ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അതിൽ ഒന്ന് സെൽഫ് അക്സെപ്റ്റൻസ്. രണ്ട് പർപ്പസ് ഓഫ് ലൈഫ്. മൂന്ന് ആട്ടോണമി. നാല് എൻവയോൺമെൻ്റൽ മാസ്റ്ററി. അഞ്ച് പേഴ്സണൽ ഗ്രോത്ത്. ആറ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പോസിറ്റീവ് റിലേഷൻ വിത്ത് അതേഴ്സ്. ഓക്കെ, ഈ 6 കോർ ഡയമെൻഷൻസ് ആണ് ഇദ്ദേഹത്തിൻ്റെ കാറൽ റിഫിൻ്റെ പ്രധാനപ്പെട്ട 6 ഡയമെൻഷൻസ്. ഇതിൽ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇത് തന്നെ ഡയറക്റ്റ് ആയിട്ടല്ല ആ ടേം ഇതിൽ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്ന് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് സെൽഫ് അക്സെപ്റ്റൻസ് എന്താ നോക്കാം. വളരെ സിമ്പിളാണ്, കൺസെപ്റ്റ് സിമ്പിളാണ്, പക്ഷേ 6 പോയിന്റുകൾ നോക്കി വെക്കണം. അതിൽ ഫസ്റ്റ് പോയിന്റാണ് സെൽഫ് അക്സെപ്റ്റൻസ്. സെൽഫ് അക്സെപ്റ്റൻസ്. സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും ഒക്കെ നമ്മുടേത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് ഇന്ന ക്വാളിറ്റീസ് ഉണ്ട്, ഇന്ന നെഗറ്റീവ് വശങ്ങൾ നമുക്കുണ്ട്, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഗുണങ്ങൾ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ പോരാ. നമുക്ക് കഴിവില്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ചില മേഖലകളിൽ നമുക്ക് കഴിവുണ്ടായിരിക്കും, ചില മേഖലകളിൽ നമുക്ക് കഴിവുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ചില ആളുകൾക്ക് മാത്സ് വലിയ ഇഷ്ടമായിരിക്കും, പക്ഷേ അവർക്ക് ചില മറ്റ് മേഖലകൾ ലാംഗ്വേജ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ സ്ട്രെങ്ത്ത് മാത്സ് ആണ്, വീക്ക്നെസ് ലാംഗ്വേജ് ആണ്. മറ്റൊരു വിഭാഗം ആളുകൾ അവരുടെ മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ലാംഗ്വേജ് നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്കില്ലുകളുണ്ട്, കഴിവുകളുണ്ട്. അത് ചെയ്യണം, അത് കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ നമ്മുടെ പോസിറ്റീവ് വശം മാത്രം നോക്കരുത്. അതായത് നമുക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് അങ്ങോട്ട് എടുത്ത് ചാടുന്ന രീതിയല്ല. അവിടെ അക്സെപ്റ്റ് ചെയ്യണം. നെഗറ്റീവായിട്ട് നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാം, പോസിറ്റീവ് കണ്ടു കഴിഞ്ഞാൽ പോസിറ്റീവ് അക്സെപ്റ്റ് ചെയ്യാം. അതിനാണ് സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറയാം. ഇതിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഹാവിങ് എ പോസിറ്റീവ് റിയലിസ്റ്റിക് attitude
towards yourself. നമ്മളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, അതിനാണ് സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇത് ശരിക്കും എന്താണ്, സെൽഫ് എസ്റ്റീമിനേക്കാളും വലുതാണ്. നമ്മുടെ എല്ലാ പാർട്സിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ് മീൻസ് accepting all parts of who you are. Accepting all parts of who you are. നമ്മൾ ആരാണെന്ന് പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ നേരത്തെ ഞാൻ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ബോത്ത് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്ക് നമ്മൾ സെൽഫ് ജഡ്ജ്മെൻ്റ് ആണ്. ഓക്കെ, നമ്മളെക്കുറിച്ച് സെൽഫ് ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിളുകളൊന്നും പറയണ്ട, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം. രണ്ട് പർപ്പസ് ഓഫ് ലൈഫ്. ഇതിൻ്റെയൊക്കെ മീനിങ് ആ വേർഡ് തന്നെ ഉണ്ട്. പർപ്പസ് ഓഫ് ലൈഫ്. നമുക്ക് നമ്മുടെ ജീവിതത്തിന് എന്ത് ചെയ്യണം, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. നമ്മൾ രാവിലെ എണീക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം. ഓക്കെ, നമ്മുടെ ഈ ജീവിതത്തിൽ, നമ്മുടെ ഭൂമിയിലെ ഈ ഓരോ നിമിഷവും വാല്യുബിളാണ്. ഓരോ സമയവും വാല്യുബിളാണ്. കാരണം നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസാണ്. അപ്പോൾ നമുക്ക് ഗോൾ വേണം, നമുക്ക് ഡയറക്ഷൻ വേണം, നമ്മുടെ നിലനിൽപ്പിനൊരു കാരണം, ഒരു മീനിങ് വേണം. ഓക്കെ, ഉദ്ദേശം വേണം, മീനിങ് വേണം. ഇതിനാണ് പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്ക് നെറ്റ് ക്ലിയർ ചെയ്യുക എന്നത് ഒരു പർപ്പസ് അങ്ങനെയല്ല പറഞ്ഞത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ലല്ലോ. അത് നമ്മളൊരു സാഹചര്യം, ഒരു നിശ്ചിത കടമ്പയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകണം. പക്ഷേ ജീവിതം സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വലിയ ലക്ഷ്യം, ഇപ്പോൾ ഈ നെറ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നതോടുകൂടി വലിയൊരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കാം. അതിലൂടെ കുട്ടികളുടെ കാഴ്ചപ്പാടുകൾ, നല്ല കാഴ്ചപ്പാടുകൾ ഡെവലപ്പ് ചെയ്യാം. ലഹരിക്കെതിരെ പോരാടാം. അങ്ങനെ കുറേ നമ്മളെ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ വിശാലമായിരിക്കണം. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്. പർപ്പസ് ഓഫ് ലൈഫാണ് നമ്മളെ വെൽബീയിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? ഹാവിങ് ഗോൾസ്. നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. എ സെൻസ് ഓഫ് ഡയറക്ഷൻ. ആൻഡ് നമുക്കൊരു മാർഗം, ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കണം, ഒരു വഴി ഉണ്ടായിരിക്കണം. ആൻഡ് മീനിങ് ഇൻ യുവർ എക്സിസ്റ്റൻസ്. അപ്പോൾ അതിൽ നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം, ഒരു ഡയറക്ഷൻ, ഒരു വഴി ഉണ്ടായിരിക്കണം. മീനിങ് ഓഫ് യുവർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിനൊരു അർത്ഥം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതൊക്കെ ഉണ്ടെങ്കിലാണെന്ത് നമ്മൾക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ബിലീവ്സ്, പാഷന്, ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മുടെ രാവിലെ മോർണിംഗിൽ നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുന്നത് ഈ മീനിങ്ങോട് കൂടി, ഈ പാഷനോട് കൂടി, ഈ ഒബ്ജക്റ്റീവ്സിനോട് കൂടി ആയിരിക്കണം. ഹാവിങ്
നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഹാവിങ് ബിലീവ്സ്, പാഷൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പർപ്പസ് ഓഫ് ലൈഫ് അതാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. അക്സെപ്റ്റ്, നമ്മൾ എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഈ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ഓട്ടോണമി. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻസ് എന്ന് പറയാം. ഇൻഡിപെൻഡൻസ്. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ്. നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. അതായത് മറ്റൊരാളുടെ തീരുമാനം, പ്രവർത്തനങ്ങൾ, അഭിപ്രായങ്ങൾ നമ്മളെ സ്വാധീനിക്കരുത്. നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും തീരുമാനങ്ങളും ഉണ്ടായിരിക്കണം. നമ്മൾ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്നതൊക്കെ കേൾക്കാറുണ്ടല്ലോ. മറ്റുള്ളവരെന്ത് പറയുന്നു അത് നമ്മൾ ചെയ്യേണ്ടതില്ല, നമ്മുടെ പാഷൻ നമ്മൾ ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. ഇത് ശരിക്കും ഓട്ടോണമി മനുഷ്യൻ്റെ ഉള്ളിൽ ഇൻബിൽഡായിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്താണ്, മറ്റുള്ള ആൾക്കാരെന്ത് ചെയ്യുന്നു, അതുപോലെ മറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, മറ്റുള്ള ആൾക്കാർ എന്ത് പറയുന്നു, ഇത് നോക്കാതെ നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക, സെൽഫ് ഡിറ്റർമിനേഷൻ ഉണ്ടാവുക, സ്വാതന്ത്ര്യം ഉണ്ടാവുക, സോഷ്യൽ പ്രഷർ അതിൽ നിന്ന് രക്ഷപ്പെടുക. ഇതൊക്കെയാണ് എൻ്റെ ഓട്ടോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു മീനിങ് അദ്ദേഹം പറയുന്നത് ബീയിങ് സെൽഫ് ഡിറ്റർമൈനിങ് ഇൻഡിപെൻഡൻറ്റ്. and able to resist social pressure. അപ്പോൾ അവിടെ നമ്മൾ സെൽഫ് ഡിറ്റർമൈനിങ് ആയിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. സോഷ്യൽ പ്രഷറിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല എന്നാണ് ഇതിൽ പറയുന്നത്. നമ്മുടെ ചോയ്സുകളൊക്കെ നേരത്തെ പറഞ്ഞതാണ്, ചോയ്സുകളൊക്കെ നമ്മുടെ ലൈഫ് ചോയ്സുകളൊക്കെ നമ്മുടെ പേഴ്സണൽ വാല്യൂസിൻ്റെ ബേസിലായിരിക്കണം. വി മേക്ക് ലൈഫ് ചോയ്സ് based on our personal values. rather than മറ്റുള്ള ആൾക്കാർ നമ്മളോട് പറയുന്ന കാര്യങ്ങളല്ലാതെ മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായം. നിങ്ങളിപ്പോൾ ഇനി +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് നീറ്റ് എഴുതണം, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ വിദേശത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങണം, മറ്റുള്ള ഒരാൾ പറയണം. അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യാതെ, സോഷ്യൽ പ്രഷറിനെ ഫോക്കസ് ചെയ്യാതെ നമ്മുടെ പേഴ്സണൽ വാല്യൂസ് ഏതാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെ എന്ത് പറയും, ഓട്ടോണമി എന്ന് പറയും. ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ആ വ്യക്തിയുടെ സൈക്കോളജിക്കൽ വെൽബീയിങ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, എക്സാമ്പിളുകളൊക്കെ നമുക്കറിയാം ഓൾറെഡി.
ഇപ്പം നമ്മൾ ഈ ക്രൗഡിൻ്റെ തീരുമാനത്തിനെതിരെ എതിര് തീരുമാനം എടുക്കുക, അതൊക്കെ ഇതിൽ എന്താണ് ഓട്ടോണമിയിൽ വരുന്നതാണ്. നമുക്ക് അടുത്ത നോക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എൻവിയോൺമെൻ്റൽ മാസ്റ്ററിയാണ് അടുത്ത നോക്കാനുള്ളത്. ഓട്ടോണമി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എൻവിയോൺമെൻ്റൽ മാസ്റ്ററി. ഓക്കെ, നാലാമത്താണ്. 6 കോർ ഫങ്ഷൻസ് ആണ് നമുക്കുള്ളത്. അതിൽ എൻവിയോൺമെൻ്റൽ മാസ്റ്ററിയാണ് ഓക്കെ, എൻവിയോൺമെൻ്റൽ മാസ്റ്ററിയാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. 4 എൻവിയോൺമെൻ്റൽ മാസ്റ്ററി. എൻവിയോൺമെൻ്റൽ മാസ്റ്ററി. എൻവിയോൺമെൻ്റൽ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സിനെ മാനേജ് ചെയ്യാൻ ഉള്ള നമ്മുടെ കഴിവ്. നമ്മൾ എപ്പോഴും മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണല്ലോ. നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കാറുണ്ട്, നമ്മൾ നമ്മളെ ചുറ്റുപാടിനെ നിയന്ത്രിക്കാറുണ്ട്. എൻവിയോൺമെൻ്റൽ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് വേണം. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, മദ്യപിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഈ മദ്യപിക്കുന്ന സുഹൃത്തുക്കളുടെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് മദ്യപിക്കാൻ തോന്നാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചിന്തയെയും നമ്മളെ ആഗ്രഹങ്ങളെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവ് നമുക്ക് വേണം. അതുപോലെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മളിരിക്കണം എന്ന് പറയും, സൈക്കോളജിസ്റ്റ് പറയും. അതായത് മറ്റൊരാൾക്കും മറ്റൊരാളുടെ ഇമോഷൻസിനും നമ്മളെ നിയന്ത്രിക്കാൻ കഴിയാൻ പാടില്ല. ആളുകൾ എത്ര ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും പ്രയാസപ്പെടുത്തി കഴിഞ്ഞാലും നമ്മുടെ ഇമോഷനെ നിയന്ത്രിക്കേണ്ടത് നമ്മളായിരിക്കണം എന്ന് സൈക്കോളജിസ്റ്റ് പറയാറുണ്ട്. അപ്പോൾ എൻവിയോൺമെൻ്റൽ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ, നമ്മളെപ്പോഴും നമ്മുടെ സൊസൈറ്റിയുമായി കണക്റ്റഡ് ആണ് അല്ലേ. നമ്മുടെ ജോലി, നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ഫിനാൻസ്, ഇതൊക്കെ നമ്മളുമായി കണക്ട് ചെയ്തതാണ് അല്ലേ. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആളുകൾ നമ്മളെന്ത് ചെയ്തു, അവോയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ല എന്തെങ്കിലും പാര വെച്ചു എന്ന് കരുതാം. അപ്പോൾ അത് നമ്മൾ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിൽ നമുക്ക് പല ആൾക്കാർ, ഇപ്പോൾ മദ്യപിക്കുന്ന ആളുകളുണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്ന, ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാതെ നമ്മൾ അവരെ അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അങ്ങോട്ട് എന്ത് ചെയ്യുക, പരസ്പരം ഷെയർ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും ശ്രമിക്കുക. മാത്രമല്ല ഫിനാൻസ്, ഇപ്പോൾ ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ തകർന്നു പോകാറുണ്ട്. സമ്പത്ത് ഒരുപാട് വരുന്ന സമയത്ത്, ലോട്ടറിയൊക്കെ അടിച്ച് വലിയ സമ്പത്ത് വരുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും നിയന്ത്രണാതീതമായി മാറാറുമുണ്ട്. അപ്പോൾ ഇത്തരമൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുക, ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ ഇരിക്കുക, നമ്മൾ വഴി കാണിച്ചു കൊടുക്കുക, നമ്മൾ ഓർഗനൈസ് ചെയ്യാം, നമ്മുടെ ഡെയിലി ലൈഫിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിപ്പിക്കുക. ഇതിനാണ് എന്ത് പറയാം, എൻവിയോൺമെൻ്റൽ മാസ്റ്ററി എന്ന് പറയാം. എൻവിയോൺമെൻ്റൽ മാസ്റ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും സമൂഹത്തെ, എൻവിയോൺമെൻറ്റിനെ നിയന്ത്രിക്കുക എന്നുള്ളതല്ല, സെൽഫ് മാസ്റ്ററി. എൻവിയോൺമെൻ്റൽ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ ശരിക്കും സെൽഫ് മാസ്റ്ററിയാണ്. നമുക്ക് നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് എൻവിയോൺമെൻ്റൽ മാസ്റ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻവിയോൺമെൻ്റൽ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് അദ്ദേഹം പറഞ്ഞ വേർഡ് ഇവിടെ കോയിൻ ചെയ്യാം. ദ എബിലിറ്റി ടു എഫക്റ്റീവ്ലി manage
self and choose your surroundings. ഇതിൽ ഈ മാനേജ് സെൽഫ് എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ പൂർണ്ണമായിട്ടും ഉണ്ട്. കുറച്ചും കൂടെ വിശദമായിട്ട് പറഞ്ഞതാണ്, അടുത്ത സെൻറ്റൻസിൽ പറഞ്ഞതാണ് ഈ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം, നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡിമാൻഡ്സ് ഉള്ള നമുക്ക് എപ്പോഴും നമ്മൾ കണക്റ്റഡ് ആണ് അല്ലേ. ലൈഫ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ വേൾഡുമായി കണക്റ്റഡ് ആണ്. അല്ലേ, ലൈഫ് ഈസ് കണക്റ്റഡ് ടു എക്സ്റ്റേണൽ വേൾഡ്. നമ്മുടെ വർക്ക് അല്ലേ, നമ്മുടെ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് അല്ലേ, ഫിനാൻസ്, ഇതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ എൻവയോൺമെൻറ്റൽ മാസ്റ്ററി എന്നായിട്ട് പറഞ്ഞാൽ ശരിക്കും എന്താണ്, നമ്മുടെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുക എന്നുള്ള, യു ആർ ഫീലിംഗ് ദാറ്റ് യു ആർ ഇൻ ദ ഡ്രൈവിംഗ് സീറ്റ്. നമ്മളാണ് എന്ത് ചെയ്യണം, നമ്മളിതിനെ നാവിഗേറ്റ് ചെയ്യണം, നമ്മളായിരിക്കണം. നാവിഗേറ്റ്, ഓർഗനൈസ്, അതുപോലെ തന്നെ കൺട്രോൾ ലൈഫ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ ലൈഫ് ശരിക്ക് എൻവയോൺമെൻറ്റൽ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ ശരിക്കും മറ്റുള്ള ആൾക്കാരെ നിയന്ത്രിക്കുക എന്നതല്ല കേട്ടോ. നമ്മളെ നിയന്ത്രിക്കണം, നമ്മുടെ സെൽഫിനെ നിയന്ത്രിക്കണം. അപ്പോൾ അതാണ് എൻവയോൺമെൻറ്റൽ മാസ്റ്ററി എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. ഇനി നമുക്ക് അടുത്തത് പേഴ്സണൽ ഗ്രോത്ത് 5. ഇത് തിയറിയാണ്, അതുകൊണ്ട് നമുക്ക് ഇത് ചുരുക്കി വിശദീകരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇവിടെ ശരിക്ക് PYQ സെഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ എല്ലാ വശവും ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ചോദ്യം പറഞ്ഞ് ജസ്റ്റ് ഉത്തരം പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടൊരു മെച്ചം ഉണ്ടാവില്ല. അത് നമ്മൾ ജസ്റ്റ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ഒരു 150 ചോദ്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഓർത്തെടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ചിലപ്പോൾ നമ്മൾ ചില ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമുക്ക് ആൻസർ കീൻ്റെ ആവശ്യം തന്നെ ഇല്ല. കാരണം നമ്മൾ ഓരോ ടോപ്പിക്കുകളും റിസർച്ച് ചെയ്ത് പോയിട്ട് അവസാനം നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഉത്തരത്തിലേക്ക് എത്തുന്നത്. പേഴ്സണൽ ഗ്രോത്ത്, പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഗ്രോത്ത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സെൽഫിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. നമ്മളെ പൊട്ടൻഷ്യൽ, നമ്മളെ കഴിവുകൾ, നമ്മളെ കഴിവുകളെയും അറിവുകളെയും പേഴ്സണാലിറ്റിയെയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് പേഴ്സണൽ ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നമ്മുടെ സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫിനിഷ് ലൈൻ ഇല്ല, ഒരു സ്റ്റാറ്റിക് ഫിനിഷ് ലൈൻ ഇല്ല. നമ്മൾ സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്ന് ഒരു പൊസിഷനിലെത്തി. ആ പൊസിഷനിൽ നമ്മൾ സൈക്കോളജിക്കൽ വെൽബീയിങ് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും എന്താണ്, നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച്, നമ്മുടെ ന്യൂ സ്കില്ലുകൾ അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ ശരിക്ക് ഇത് സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആണ്. നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ എക്സ്പീരിയൻസ് അതിനനുസരിച്ച് ഇവോൾവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത്
എക്സ്പാൻഡ് ചെയ്ത് വരും. അപ്പോൾ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണ് പറഞ്ഞത് നോക്കാം നമുക്ക്. ദ കണ്ടിന്യൂസ് കമ്മിറ്റ്മെന്റ് to developing your potential and growing as a person. അപ്പോൾ നമ്മൾ ശരിക്കും എന്താണ് ഇതിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളെ പൊട്ടൻഷ്യൽസ്, നമ്മളെ ഫുൾ കഴിവുകളെയും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു കൊടുക്കാം. നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാം, നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഈ സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് അല്ല, അതായത് ഒരു ഫിനിഷ് ലൈൻ ഇല്ല. നമ്മൾ ഒരു ഓട്ടമത്സരം നടത്തുകയാണ്, ഓട്ടമത്സരം നടത്തി കഴിഞ്ഞാൽ ലക്ഷ്യത്തിലെത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഫിനിഷ് ലൈൻ കടക്കുന്നതിനാണല്ലോ ശരിക്കും എന്താ പറയുക, ലക്ഷ്യത്തിലെത്തുക എന്ന് പറഞ്ഞത്. പക്ഷേ സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനിഷ് ലൈൻ കടക്കുക എന്നുള്ളതല്ല, അതിങ്ങനെ ഇവോൾവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഇങ്ങനെ വരും നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച്, നമ്മുടെ സ്കിൽ അനുസരിച്ച്. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്, സൈക്കോളജിക്കൽ well-being is not static. It is static finish line. ഒരു ഫിനിഷ് ലൈൻ ഇല്ല. ഇറ്റ് ഈസ് ഡൈനാമിക് പ്രോസസ്. ഇറ്റ് ഈസ് ഡൈനാമിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇവോൾവ് ചെയ്ത് ഇങ്ങനെ വരും. എന്തിനനുസരിച്ച്, നമ്മുടെ പേഴ്സണൽ നമ്മളെ എന്താണ്, ഇത് ഓപ്പണാണ്, എപ്പോഴും ഓപ്പണാണ്. നമുക്ക് നമ്മുടെ സ്കില്ല് എന്ന് പറഞ്ഞാൽ ഓപ്പണാണ്. ഓക്കെ, യു ആർ ഓപ്പൺ ആൻഡ് യു ഓപ്പൺ ടു ന്യൂ എക്സ്പീരിയൻസസ്. അതുപോലെ തന്നെ നമ്മളെ ഈഗർ ടു ലേൺ ന്യൂ സ്കിൽസ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ്ലി ഇവോൾവിങ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ വികസിച്ച് ഇങ്ങനെ, അതുപോലെ ഇമ്പ്രൂവ് ചെയ്ത് ഇവോൾവിങ്, ഇംപ്രൂവിങ് ആൻഡ് എക്സ്പാൻഡിങ്. ഓക്കെ, അത് നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മളിങ്ങനെ ഇവോൾവ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ വരികയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ എന്താണ്, അഞ്ചാമത്തെ കോർ ഡയമെൻഷൻ. ഇനി നമുക്ക് ആറാമത്തെ ഡയമെൻഷനിലേക്ക് നമുക്ക് പോവാം. ആറ് എന്തെന്ന് നമ്മൾ പറഞ്ഞത്, പോസിറ്റീവ് റിലേഷൻസ് വിത്ത് അതേഴ്സ്. ഇതൊന്നും സിലബസിൽ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കാണാൻ കഴിയില്ല, പക്ഷെ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞ ടേം നിങ്ങൾക്ക് കാണാൻ പറ്റും, സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞ ടേം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞ സിലബസ്, അത് മീനിങ് നെറ്റിന് എല്ലാ വശവും വരും. അത് ഒരൊറ്റ ടേമിൽ തന്നെ നമുക്ക്
ഒരു 6 മാസം 7 മാസമൊക്കെ വിശദമായിട്ട് പഠിക്കേണ്ട കണ്ടൻറ്റുകൾ ഒരൊറ്റ സിലബസിൻ്റെ ഒരു ടോപ്പിക്കിൽ തന്നെ വരാറുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മളൊരു പുസ്തകം വാങ്ങി പ്രീവിയസ് ഇയർ ഒരു സിലബസ് ബേസ്ഡ് ഒരു ടെക്സ്റ്റ് വാങ്ങി പഠിച്ചത് കൊണ്ടോ സിലബസ് മാത്രം കവർ ചെയ്തുകൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അതിന് PYQ സെഷൻ തന്നെ വേണം. PYQ സെഷൻ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നിലവിൽ ജസ്റ്റ് ഒരു ചോദ്യം, ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന പോലെയല്ല. മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രോസസ്സാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട പ്രോസസ്സാണ്. നമ്മൾ എല്ലാ നെറ്റ് JRF ക്ലിയർ ചെയ്ത എല്ലാ ആൾക്കാരും ചെയ്യുന്നത് ഈ രീതിയിലുള്ള PYQ ഡിസ്കഷനാണ്. ശരിക്കും ഇത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനൊരു ചോദ്യം പറയുന്നു, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ശരിക്കും അങ്ങനെയല്ല ശരിക്കും വരേണ്ടത്. നിങ്ങളെന്ത് ചെയ്യാം, ഒരു ചോദ്യം എടുക്കുക, എന്നിട്ട് നിങ്ങൾ സമയമെടുത്തിട്ട് എത്ര വേണമെങ്കിലും സമയം എടുത്തോളൂ. 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഇരിക്കാൻ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല. കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമല്ല കിട്ടാൻ പോകുന്നത്. ഒരുപാട് ചോദ്യങ്ങളുടെ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് എത്തിച്ചേരാൻ പറ്റും. ക്ലിയർ ആവും, നമുക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം പോസിറ്റീവ് റിലേഷൻ വിത്ത് ഓതർ. ഇത് നമുക്കിത് ഈ ടോപ്പിക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസറും നമുക്ക് കിട്ടും. അതായത് മറ്റുള്ള ആളുകളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. മീനിങ് ഫുൾ ആയിട്ടുള്ള, ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള, വാം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ആളുകളുമായിട്ട് ഇൻ്റർപേഴ്സണൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക, ആളുകളെ സ്നേഹിക്കുക, ആളുകളെ കെയർ ചെയ്യുക, എമ്പതി ഉണ്ടാവുക, ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക, ഫ്രണ്ട് സർക്കിളുമായിട്ടും ഫാമിലിയുമായിട്ട് ക്ലോസ് സർക്കിൾ, ഇമോഷണൽ സപ്പോർട്ട്. ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ആളുകൾ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും എന്താണ്, പോസിറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് അതർ വളരെ പ്രധാനപ്പെട്ടാണ്. സൈക്കോളജിക്കൽ വെൽബീയിങ്ങിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇദ്ദേഹം പറയുന്നത് ഹാവിങ് വാം trusting and meaningful connection with other people മറ്റുള്ള ആൾക്കാരുമായിട്ട് നല്ല ശക്തമായിട്ടുള്ള ട്രസ്റ്റോട് കൂടിയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നേരത്തെ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, മനുഷ്യന് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ സാമൂഹ്യ ജീവിയാണല്ലേ മനുഷ്യൻ. സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റർപേഴ്സണൽ ബോണ്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിലനിൽക്കാൻ പറ്റുള്ളൂ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഹ്യൂമൻ ഈസ് എ സോഷ്യൽ അനിമൽ, സോഷ്യൽ ക്രിയേച്ചർ. അപ്പോൾ നമുക്ക് ഇൻ്റർപേഴ്സണൽ ബോണ്ട് ആവശ്യമാണ് അല്ലേ. വി നീഡ് ഇൻ്റർപേഴ്സണൽ ബോണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വിശദമായിട്ട് നോക്കാം. നമുക്ക് കപ്പാസിറ്റി ടു ലവ്, സ്നേഹിക്കാൻ അറിയാം, അതുപോലെ തന്നെ കെയർ, അതുപോലെ തന്നെ എമ്പതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. അപ്പം ഈ 6 നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഈ വെൽബീയിങ്ങിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റുകളായിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഇവിടെ ക്വസ്റ്റ്യൻ അതായത് കാറൽ റിഫിൻ്റെ തിയറിയാണ്
6 ഫാക്ടർ മോഡൽ ഓഫ് സൈക്കോളജിക്കൽ വെൽബീയിങ് ആണ്. ഇതിന് ഈ തിയറിയുടെ പേരാണ് 6 ഫാക്ടർ മോഡൽ ഓഫ് സൈക്കോളജിക്കൽ വെൽബീയിങ്. സൈക്കോളജിക്കൽ വെൽബീയിങ് ഇങ്ങനെ നമ്മൾ ഷോർട്ടായിട്ട് ഇങ്ങനെ PWB എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പോസിറ്റീവ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ 6 ഡയമെൻഷൻസ് ഇദ്ദേഹം പറയുന്നുണ്ട്. ഒരാളുടെ വെൽബീയിങ് ഹാപ്പിനെസ് കൊണ്ട് മാത്രം എന്ത് ചെയ്യൂല, ഒരാളുടെ വെൽബീയിങ് പൂർണ്ണമാവില്ല. അതായത് ഹെഡോണിക് ഹാപ്പിനെസ് അല്ല എന്ത് ശരിക്കും വെൽബീയിങ് എന്ന് പറഞ്ഞാൽ. ശരിക്കും എന്താണ്, യുഡൈമോണിക് ആണ്. മീനിങ് ആയിട്ടുള്ള ലൈഫിന് കൃത്യമായിട്ടുള്ള അർത്ഥം ഉണ്ടാവണം, പർപ്പസ് ഉണ്ടാവണം. ഇങ്ങനെ നമ്മൾ 6 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ 6 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, സൈക്കോളജിക്കൽ വെൽബീയിങ് ഉണ്ടാവുള്ളൂ എന്നാണ് ഇദ്ദേഹം ഇതിൽ വിശദീകരിക്കുന്നത്. ഓക്കെ, ഒരാൾ സൈക്കോളജിക്കലി ഹെൽത്തി ആവണം, ഫുൾഫിൽഡ് ആവണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ്? സെൽഫ് അക്സെപ്റ്റൻസ് വേണം, പർപ്പസ് ഓഫ് ലൈഫ് വേണം, ഓട്ടോണമി വേണം, എൻവയോൺമെൻറ്റൽ മാസ്റ്ററി വേണം, പേഴ്സണൽ ഗ്രോത്ത് വേണം, പോസിറ്റീവ് റിലേഷൻ വിത്ത് അതർ വേണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യത്തിലേക്ക് പോകുന്ന സമയത്ത് വിച്ച് അമംഗ് ദ ഫോളോയിങ് കോമ്പണൻസ് ബിലോങ് ടു സൈക്കോളജിക്കൽ വെൽബീയിങ്? കാറൽ റിഫിൻ്റെ സൈക്കോളജിക്കൽ കോമ്പണൻസ് ഓഫ് ബിലോങ്ങിങ് ടു സൈക്കോളജിക്കൽ വെൽബീയിങ്ങുമായി ബന്ധപ്പെട്ട കോമ്പണൻസ് താഴെ പറയുന്നത് ഏതാണ്? നമ്മൾ സെൻസ് ഓഫ് സെൽഫ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. ഇത് സെൻസ് ഓഫ് സെൽഫ് ശരിക്ക് നമ്മൾ എന്താണ്, ഇത് കറക്റ്റാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞ സെൻസ് ഓഫ് സെൽഫിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സെൽഫ് അക്സെപ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. സെൽഫ് അക്സെപ്റ്റൻസ് സെൽഫ് അക്സെപ്റ്റൻസിൽ സെൻസ് ഓഫ് സെൽഫ് വരുന്നുണ്ട്. സെൻസ് ഓഫ് മാത്രമല്ല, ഇവിടെ നമ്മൾ മുമ്പ് എൻവയോൺമെൻറ്റൽ മാസ്റ്ററിയിലും സെൻസ് ഓഫ് സെൽഫ് വരുന്നുണ്ട്. സെൽഫ് അക്സെപ്റ്റൻസിലാണ് മെയിനായിട്ടത് വരുന്നത്. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് എന്താണ്, സെൻസ് ഓഫ് എന്താണ് സെൽഫ് അക്സെപ്റ്റൻസ്. പിന്നെ അടുത്ത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നമ്മൾ ഇതിൽ വരണമല്ലോ, നമ്മളിത് പഠിച്ചു. ഈ 3 സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒന്നും പറയുന്നില്ല. സെൽഫ് അക്സെപ്റ്റൻസ്, പർപ്പസ് ഓഫ് ലൈഫ്, ഓട്ടോണമി, എൻവയോൺമെൻറ്റൽ മാസ്റ്ററി, പേഴ്സണൽ ഗ്രോത്ത്, അതുപോലെ തന്നെ പോസിറ്റീവ് റിലേഷൻ വിത്ത് അതർ, ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തില്ല, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇല്ല. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വരുന്നത് ഏതിൽ വരുന്നതാണ്? അബ്രഹാം മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറിയിൽ വരുന്നതാണെന്ത്, വരുന്നത് ഈ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ് വരുന്നത് അല്ലേ. നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏതൊക്കെയാണ് സേഫ്റ്റി ആൻഡ് ഈ എബ്രഹാം മാസ്ലോൻ്റെ നീഡ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഓപ്ഷൻസ് ഫുള്ള് പറഞ്ഞു തീർക്കാം അല്ലേ. ജസ്റ്റ് ഇനി നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. എന്നിട്ട് ഓപ്ഷൻ ഫുള്ള് പറഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് തിരിച്ചു വരാം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞു സെൻസ് ഓഫ് സെൽഫ് പറഞ്ഞു. ഇനി സെൻസ് ഓഫ് പർപ്പസ്. സെൻസ് ഓഫ് പർപ്പസ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെൻസ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് ലൈഫ് അല്ലേ. പർപ്പസ് ഓഫ് ലൈഫിൽ വരുന്നതാണ് സെൻസ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നത്. പർപ്പസ് ഓഫ് ലൈഫ്. ഇനി ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഓട്ടോണമിക്കാണ് ഇൻഡിപെൻഡൻസ് എന്ന് നമ്മൾ പറയുന്നു അല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു അല്ലേ, ഓട്ടോണമിക് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നു. സ്വാതന്ത്ര്യം, ഓട്ടോണമിക് ഇൻഡിപെൻഡൻസ് എന്ന് പറയും, ഓട്ടോണമി. പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റി. എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഇത് തെറ്റാണ്. കൾച്ചറൽ ആക്ടിവിറ്റി ഇതിൽ വരുന്നില്ലല്ലോ. നമ്മളിതിൽ
സെൽഫ് അക്സെപ്റ്റൻസ്, പർപ്പസ് ഓഫ് ലൈഫ്, ഓട്ടോണമി, എൻവയോൺമെൻറ്റൽ മാസ്റ്ററി, പേഴ്സണൽ ഗ്രോത്ത്, പോസിറ്റീവ് റിലേഷൻ വിത്ത് അതർ. ഇതിലൊന്നുമില്ല കൾച്ചറൽ ആക്ടിവിറ്റീസ് വരുന്നില്ല. കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് നമ്മളെ കൾച്ചറൽ ഇവൻറ്റ്സ്, ഫെസ്റ്റിവൽസ്, ട്രഡീഷൻസ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അതിന് ഡെഫിനിഷനോ കാര്യങ്ങളൊന്നുമില്ല ഇതിൽ. അപ്പോൾ ആൻസർ വരുന്നത് എ, സി, ഡി. ഇതൊക്കെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. എ, സി, ഡി. ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇതിൽ തെറ്റുത്തരങ്ങൾ 2 വന്നത് അല്ലേ. ഒന്ന് ഇത് തെറ്റാണ്, ഓപ്ഷൻ ഇയും തെറ്റാണ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ് വരുന്നത് എബ്രഹാം മാസ്ലോൻ്റെ ഒരു തിയറിയാണ് നമ്മൾ പറഞ്ഞു. കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അതൊരു ജനറൽ ടേമാണ്. സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ ഈ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. ഇനി നമുക്ക് എബ്രഹാം മാസ്ലോൻ്റെ തിയറി ജസ്റ്റ് ഒന്ന് നോക്കാം. എബ്രഹാം മാസ്ലോ അദ്ദേഹത്തിൻ്റെ നമ്മൾ നീഡ് ഹൈറാർക്കി തിയറി വിശദീകരിക്കുന്നുണ്ട് അല്ലേ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു തിയറിയാണത് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയും. ഒരാൾക്ക് അയാളുടെ ഇൻഹറൻറ്റ് ഡിസയർ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള നീഡ്സ് ഉണ്ടായിരിക്കും. 5 വ്യത്യസ്ത നീഡ്സുകൾ അദ്ദേഹം പറയുന്നുണ്ട്. ആ 5 വ്യത്യസ്ത നീഡുകൾ അദ്ദേഹം ഹൈറാർക്കി തിയറി ഓഫ് നീഡ്സ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. എബ്രഹാം മാസ്ലോ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള തിയറിയാണത് ഹൈറാർക്കി ഓഫ് നീഡ്സ്. അദ്ദേഹം ഒരു പിരമിഡ് ഷേപ്പിൽ നീഡ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളത് മുതൽ മുകളിൽ വരെയുള്ള നീഡ്സ്. അതിൽ ഏറ്റവും താഴെ തട്ടിലുള്ള നീഡാണെന്ത്, ഫസ്റ്റ് നീഡ് നമ്മൾ പറഞ്ഞതാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. രണ്ടാമത്തതാണ് സേഫ്റ്റി നീഡ്സ്. മൂന്നാമത്തതാണ് ബിലോങ്ങിങ് നീഡ്സ്. നാലാമത്തതാണ് എസ്റ്റീം നീഡ്സ്. അഞ്ചാമത്തതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇതിൽ ആദ്യത്തെ 3-4 നീഡ്സ് കൂടെ അദ്ദേഹം ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അതിന് ഡെഫിസിറ്റ് നീഡ് എന്നാണ് അതിൻ്റെ പേര് പറയാം. ഡെഫിസിറ്റ് നീഡ്. അഞ്ചാമത്തെ നീഡിനെ അദ്ദേഹം ഗ്രോത്ത് നീഡ് എന്ന് പറയുന്നു. അഞ്ചാമത്തെ നീഡ് ഗ്രോത്ത് നീഡ്. ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലായിട്ടുള്ള ആവശ്യമുള്ള ഭക്ഷണം, വസ്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫിസിയോളജിക്കൽ നീഡിൽ വരുന്നത്. അടുത്തത് സേഫ്റ്റി നീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ള നീഡ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫുഡ് സെക്യൂരിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ബിലോങ്ങിങ് നീഡ്സ് എന്ന് പറഞ്ഞാൽ കണക്ഷൻസ്, ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, സ്നേഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ്, റെസ്പെക്റ്റ്, കോൺഫിഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പേഴ്സണൽ ഗ്രോത്തിനെയും ഫുൾഫിൽമെൻറ്റിനെയാണ് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ഓരോ നീഡുകളും നമ്മൾ ബേസിക് നീഡുകളാണ്. അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നീഡിനോട് താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ ഫിസിയോളജിക്കൽ നീഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ സേഫ്റ്റി നീഡിനോട് നമുക്ക് താല്പര്യം ഉണ്ടാവും. സേഫ്റ്റി നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ബിലോങ്ങിങ് നീഡിലേക്കും പിന്നെ എസ്റ്റീം നീഡിലേക്കും പോകും. അതാണ് ഡെഫിസിറ്റ് നീഡ് എന്ന് പറയുന്നത്. നമുക്ക് കുറവുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ശ്രമിക്കുകയുള്ളൂ. നമ്മൾ ഓൾറെഡി നമ്മളടുത്ത് സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ ഉണ്ട്, പൈസയൊക്കെ ഉണ്ട്, നമ്മൾ പിന്നെ ആ നീഡ് നമ്മൾ നോക്കില്ല, അടുത്ത നീഡിലേക്കാണ് നമ്മൾ പോവുക. പക്ഷേ
ഈ ഗ്രോത്ത് നീഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും നിലനിൽക്കുന്ന നീഡാണ്. അതിനൊരു അവസാനമല്ല. ഓക്കെ, അത് പരമാവധി അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വളർന്ന് പോകും. അതിനാണ് എന്ത് പറയാം, ഗ്രോത്ത് നീഡ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ 4 നീഡ്സാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഇത് പ്രധാനപ്പെട്ടതാണ്. ഈ അബ്രഹാം മാസ്ലോൻ്റെ തിയറികൾ മറ്റ് ഓപ്ഷനിൽ തെറ്റുത്തരങ്ങളായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഓപ്ഷൻ വരുന്ന സമയത്ത് ഇതിൻ്റെ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ നോക്കുക. ഇന്ന് നമ്മൾ ഒരു പുതിയൊരു തിയറിയാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്ര നമ്മൾ സമയമെടുത്തിട്ട് വിശദീകരിച്ചത്. ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് രാത്രി ക്ലാസ് ഉണ്ടായിരിക്കും, ഞാൻ ടൈം ടേബിൾ ഗ്രൂപ്പിലിടാം. ഇത്രയാണ് ഇന്നത്തെ സെഷൻ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. റെക്കോർഡും നോട്ട്സും ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.